ഹായ് ഫ്രണ്ട്സ്, MS ഷോന്റെ ഈ എപ്പിസോഡിലേക്ക് യു ആർ ഓൾ വെൽക്കം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഇപ്പോഴത്തെ ഒരു സീരിയസ് ടോപ്പിക് ഇതിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ദാറ്റ് ഈസ് ബ്ലാക്ക് ഫംഗസ് ഓർ മ്യൂക്കോർമൈക്കോസിസ്. അപ്പോൾ നമ്മുടെ എല്ലാ എപ്പിസോഡ്സിലും ഒരു സ്പെഷ്യൽ എക്സ് ഫാക്ടർ ഇൻഫോർമേഷൻ ഉണ്ടാവും. എക്സ് ഫാക്ടർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ വിച്ച് ഇസ് നോട്ട് യൂഷ്വലി കുറച്ചൊരു ഹിഡൻ ആയിട്ടുള്ള ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ കുറച്ചൊരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഫോർമേഷൻ. പെട്ടെന്ന് ആൾക്കാർക്ക് ഈസിലി ദേ കനോട്ട് ലേ ദർ ഹാൻഡ്സ് ഓൺ ദാറ്റ് ഇൻഫോർമേഷൻ. അത്ര ഈസിലി കിട്ടാൻ പറ്റാത്ത ഇൻഫോർമേഷൻ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എല്ലാ വീഡിയോയിലും അങ്ങനെ ഒരു ഇൻഫോർമേഷൻ ആഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ പ്രസന്റ് ചെയ്യും. സോ യു ഹാവ് ടു വാച്ച് ദ ഹോൾ എപ്പിസോഡ് കെയർഫുള്ളി ടു ഗെറ്റ് ദാറ്റ് എക്സ് ഫാക്ടർ ഇൻഫോ. ഓക്കെ, അപ്പോ ശ്രീജ, എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്? എന്താണ് മ്യൂക്കോർമൈക്കോസിസ്? ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ മ്യൂക്കർമൈക്കോസിസ് നിങ്ങൾ കോമൺ ആയിട്ട് കേൾക്കുന്നത് ബ്ലാക്ക് ഫംഗസ് എന്നായിരിക്കും. മീഡിയയിലൊക്കെ പറയുന്നത് ബ്ലാക്ക് ഫംഗസ്. അതിന്റെ ശരിക്കുള്ള പേരാണ് മ്യൂക്കർമൈക്കോസിസ്. അത് ബേസിക്കലി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഒരു മ്യൂക്കറൈൽസ് എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് ഈ ബ്ലാക്ക് ഫംഗസ്. അത് കുറച്ച് അപകടകാരിയായിട്ടുള്ള ഇൻഫെക്ഷൻ ആണ് മ്യൂക്കർമൈക്കോസിസ് എന്ന് പറഞ്ഞാൽ. അതിന് 50% മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണനിരക്ക്. അത് പിന്നെ ഒരു നല്ല കാര്യം എന്താ വെച്ചാൽ ഇത് കുറച്ച് റെയർ ഇൻഫെക്ഷൻ ആണ്. റെയർ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിപ്പോ മോസ്റ്റ്ലി നമ്മുടെ ചുറ്റും ഈ ഫംഗസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ബോഡിയുടെ അകത്ത് ഇത് കയറുന്നുമുണ്ട്. പക്ഷെ ഇൻഫെക്ഷൻ സാധാരണയായിട്ട് ഉണ്ടാക്കാറില്ല. വളരെ റെയർ ആയിട്ട് ഇത് ഇൻഫെക്ഷൻ ഉണ്ടാക്കാറുള്ളൂ. എത്ര ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ബോഡിയിൽ ഉണ്ടെങ്കിലും 1% ഇതിനൊരു ഇൻസിഡൻസ് റേറ്റ് ഉള്ളൂ. അതായത് 100 പേരിൽ ഒരാൾക്ക് വെച്ചിട്ടൊക്കെ ഈ ഇൻഫെക്ഷൻ വരുന്നുള്ളൂ. കൊറോണ ഇൻഫെക്ഷൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഈ ബ്ലാക്ക് ഫംഗസിനെ പറ്റി കേൾക്കുന്നത്. അപ്പോൾ കൊറോണ ഇൻഫെക്ഷൻ കഴിഞ്ഞിട്ട് ഒരു 2 weeks അല്ലെങ്കിൽ ഫസ്റ്റ് 1 month ആ റിക്കവറി പീരീഡ് ഒക്കെ വരുമ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ആൾക്കാരിൽ ആ റിക്കവറി വന്നവരിൽ വരുന്നുണ്ട് ഈ ഇൻഫെക്ഷൻ മ്യൂക്കർമൈക്കോസിസ്. അപ്പോൾ ഈ ബേസിക്കലി നമ്മുടെ മലയാളത്തിൽ പഴയ ആൾക്കാരുടെ ഒരു സേയിങ് ഉണ്ട്, ഈ ഇടിവെട്ടേറ്റവന്റെ തലയിൽ പാമ്പ് കടിക്കാന്ന് പറയും. അതായത് ബേസിക്കലി നമ്മുടെ കൊറോണ ഇൻഫെക്ഷൻ വന്ന് ആൾക്കാർ കുറെ സഫർ ചെയ്തിട്ട് കുറെ ബുദ്ധിമുട്ടിയൊക്കെ ഒന്ന് റിക്കവറി പീരീഡിൽ എത്തുമ്പോഴാണ് ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എന്നുള്ള ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ബ്ലാക്ക് ഫംഗസ് വരുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് ഇതിന്റെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്? ഇതിന്റെ ഒരു നെയിമിന് ഒരു സ്പെഷ്യൽ ആണ്, കേട്ടാൽ തന്നെ ആൾക്കാർ പേടിക്കും ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുമ്പോ. പക്ഷെ ബ്ലാക്ക് ഫംഗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇത് ഫംഗസ് ബ്ലാക്ക് ആവുകൊണ്ടല്ല ബ്ലാക്ക് ഫംഗസ് എന്ന് പറയുന്നത്. എന്താ കാര്യം ചെയ്തത്, നമ്മുടെ ടിഷ്യൂസ്, ബോഡിയിലെ ടിഷ്യൂസിന്റെ ബ്ലഡ് സപ്ലൈ ആദ്യം അറ്റാക്ക് ചെയ്യും. ഈ ബ്ലഡ് വെസൽസിനെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മുടെ ടിഷ്യൂസിന്റെ ബ്ലഡ് സപ്ലൈ അത് കട്ട് ഓഫ് ചെയ്യും. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ടിഷ്യൂ ഡെത്ത് ഉണ്ടാവും. ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് ആ ടിഷ്യൂസിന്റെ ഡെത്ത് ഉണ്ടാവും. അപ്പൊ അതിനാണ് ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഡെത്ത് ഉണ്ടാവുമ്പോൾ അത് നിക്രോസിസ്, ഇൻഫാർക്ഷൻ അങ്ങനെ ഉണ്ടായിട്ട് ആ ടിഷ്യൂ ഡെഡ് ആയിട്ട് ബ്ലാക്ക് കളർ ആവും ടിഷ്യൂ. അപ്പൊ അതുകൊണ്ടാണ് ഇതിനൊരു ബ്ലാക്ക് ഫംഗസ് എന്നുള്ളൊരു പേര് വന്നത്. പിന്നെ ഇതിന്റെ കുറച്ചൊരു ക്ലിനിക്കൽ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അത് ഈ റൈനോ ഓർബിറ്റോ സെറിബ്രൽ മ്യൂക്കോർമൈക്കോസിസ് എന്ന് പറയും. റൈനോ എന്ന് പറഞ്ഞാൽ മൂക്ക് വഴിയാണ് കേറുന്നത് ബേസിക്കലി നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ. അതെ, റൈനോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മൂക്ക്. അപ്പൊ ഇവിടെ സൈനസസ് ഉണ്ട്. സൈനസ് വഴി കേറിയിട്ട് അത് ഓർബിറ്റ് ഈ കണ്ണിന്റെ ഭാഗത്ത് പോയിട്ട് പിന്നെ സെറിബ്രൽ ബ്രെയിനിലേക്ക് എത്തും. അപ്പൊ ഈ ബ്രെയിനിലേക്ക് എത്തുമ്പോഴാണ് 50% പോലെ മോർട്ടാലിറ്റി പറഞ്ഞ ബ്രെയിനിൽ എത്തി കഴിഞ്ഞാൽ 50% മോർട്ടാലിറ്റി ഒക്കെ ഉണ്ടാവും. പിന്നെ ഒരു വെറൈറ്റി പൾമണറി ലങ്സില് ചിലപ്പോൾ സ്പ്രെഡ് ചെയ്യും. ലങ്സില് സ്പ്രെഡ് ചെയ്ത് ന്യൂമോണിയ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാക്കും. പിന്നെ ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്ന ഒരു വെറൈറ്റി ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ മെയിനായിട്ട് ഇങ്ങനത്തെ 3 ഒരു വെറൈറ്റീസ് ഉണ്ട് ഇതിന്. ഈ ബേസിക്കലി ഈ ഇൻഫെക്ഷൻ ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് പകരില്ല, കണ്ടേജിയസ് അല്ല. അപ്പൊ അത് അങ്ങനെ നല്ല കാര്യം. കോവിഡ് പോലെ ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് പകരില്ല, ഡയറക്ട്ലി അങ്ങനെ പകരില്ല. പിന്നെ ഇതിപ്പോ ഈ ബ്ലാക്ക് ഫംഗസ് അല്ലെങ്കിൽ ഈ മ്യൂക്കർമൈക്കോസ് ഉണ്ടാക്കുന്ന ഈ ഫംഗസ് എവിടെയെല്ലാം കാണുന്നു എന്ന് നമ്മൾ ആലോചിക്കും. ഇതിപ്പോ ഒരു പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു മൈക്രോ ഓർഗാനിസം ഒന്നും അല്ല, ഒരു പുതിയ രോഗമല്ല. ഇത് പണ്ടേ മുതലുണ്ട്. മനുഷ്യന്റെ കൂടെ ഈ ഫംഗസ് പണ്ടേ മുതലുണ്ട്.
പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഇത് റെയർ ആയതുകൊണ്ട് അത്ര ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല, അങ്ങനെയാണ്. അപ്പോ നമുക്ക് ചുറ്റും ഇത് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ട് ബേസിക്കലി. എന്തെങ്കിലും പൊടി മൺതരികളോ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ അതുമ്മേ ഉണ്ടാവാം, ചെടി പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഈ ചെടികളിലൊക്കെ ഇടുന്ന വളങ്ങളിൽ ഉണ്ടാവാം. പിന്നെ വീട്ടിൽ ചിലപ്പോൾ പച്ചക്കറിയോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും ചെയ്യോ മറ്റോ ചെയ്താൽ അതിൽ ഈ ഫംഗസ് ഉണ്ടാകാം. ഇങ്ങനെ നമുക്ക് ചുറ്റും കൺസ്ട്രക്ഷൻ സൈറ്റ്സ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഈ ഫംഗസ് ഉണ്ട്. അപ്പൊ ഈ മണ്ണ്, ഡസ്റ്റ്, വെറ്റ് ആൻഡ് സ്വാമ്പി സ്ഥലങ്ങള്, ഹ്യൂമിഡ് സ്ഥലങ്ങള്, ഇവിടെയൊക്കെ ഈ ഫംഗസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അപ്പൊ ഇതിന്റെ സ്പോർസ് എന്ന് പറയും, അതായത് നമ്മൾ ഈ പൂമ്പൊടി എന്നൊക്കെ പറയുന്ന പോലെ സ്പോർസ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പറന്ന് നടക്കുന്നുണ്ടാവും. നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മുടെ മൂക്കിക്കടെ അത് കയറി ശരീരത്തിന്റെ അകത്തേക്ക് കയറും ഈ ഫംഗസ്. പക്ഷെ അകത്ത് കയറിയാലും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ പ്രതിരോധ ശക്തി നോർമൽ ആയിടത്തോളം കാലം ഇതിനൊരു ഇൻഫെക്ഷനും ഉണ്ടാക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിന്റെ അകത്ത്. പക്ഷെ എപ്പോഴാണോ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുന്നത്, അപ്പൊ ഈ ചില രാജ്യങ്ങളുടെ ഇപ്പൊ ഒരു മിലിറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ഡിഫൻസ് സിസ്റ്റം വീക്ക് ആവുമ്പോൾ ശത്രു രാജ്യങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്ത് അതിനെ കീഴടക്കില്ല, അതുപോലെയാണ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആവുമ്പോൾ ഇത് അറ്റാക്ക് ചെയ്ത് അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പൊ സാധാരണ രീതിയിൽ നല്ല സ്ട്രോങ് ആർമി ഉള്ള ഒരു കൺട്രീനെ ഒരു വീക്കർ കൺട്രി വന്നിട്ട് അറ്റാക്ക് ചെയ്യില്ല. പക്ഷെ ഇപ്പൊ നമ്മുടെ കൺട്രിയുടെ ആർമി ഭയങ്കര വീക്ക് ആണെങ്കിൽ നമ്മുടെ ശത്രുക്കളൊക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ ആലോചിക്കും. അതുപോലെയാണ് ഈ ഫംഗസ്. ഇത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം പറഞ്ഞാൽ നമ്മുടെ ആർമിയാണ്. ആ ആർമി വീക്ക് ആവുമ്പോ ഈ ഫംഗസ് വന്നിട്ട് അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ശരിക്കും മെഡിസിനിൽ തന്നെ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷൻസ് എന്നൊക്കെ പറയും. അപ്പൊ ഓപ്പർച്യൂണിസ്റ്റിക് എന്ന് പറഞ്ഞ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ അത് കയറിയിട്ട് അറ്റാക്ക്, അങ്ങനത്തെ ഇൻഫെക്ഷൻസിൽ പെട്ടതാണ് ഈ ഇൻഫെക്ഷൻ. ഇത് പക്ഷെ കുറച്ച് പ്രീഡിസ്പോസിങ് ഒരു ഹൈ റിസ്ക് കണ്ടീഷൻസ് ഉണ്ട്, വിച്ച് ക്യാൻ അവര് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവർക്ക് കൊറോണ വരുമ്പോ കൂടുതൽ ശ്രദ്ധിക്കണം, ഇത് ഈ കോംപ്ലിക്കേഷൻ വരാതിരിക്കാൻ. അവർക്ക് കുറച്ചുകൂടി വേഗമായിട്ട് കിട്ടും. അപ്പൊ ഏതാണ് ഈ ഹൈ റിസ്ക് കണ്ടീഷൻസ്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഒന്ന് നമ്മള് അൺകൺട്രോൾ ഡയബറ്റീസ്, അതൊരു ഇമ്പോർട്ടന്റ് ഹൈ റിസ്ക് കണ്ടീഷൻ ആണ്. അൺകൺട്രോൾ ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആവും. അപ്പൊ അങ്ങനത്തെ കേസിൽ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻസും വേറെ ഇൻഫെക്ഷനും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ക്യാൻസേഴ്സും ട്യൂമേഴ്സിൽ അതിലെടുക്കുന്ന ഡ്രഗ്സ് ഇതൊക്കെ കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി എഫക്റ്റഡ് ആവും. ഇമ്മ്യൂണിറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്. ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കേസിലൊക്കെ ക്യാൻസേഴ്സിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണവർ, കീമോതെറാപ്പി എടുക്കണവർക്കൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റം കുറച്ച് ഡൗൺ ആയിരിക്കും. അങ്ങനെയുള്ളവരിൽ കൊറോണ വരുമ്പോൾ ഒന്നും കൂടി ഇമ്മ്യൂൺ സിസ്റ്റം കുറയും. അപ്പൊ അവർക്ക് അതെ, അത് COVID-19 ഇൻ ഇറ്റ് സെൽഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് ഇൻ ഇറ്റ് സെൽഫ് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആക്കുന്ന ഒരു സാധനമാണ് COVID-19. ഹൈ ഡോസ് സ്റ്റിറോയിഡ് എടുക്കുന്നവര്, അതൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഹൈ ഡോസ് സ്റ്റിറോയിഡ്സ് ഒരു ഇമ്പോർട്ടന്റ് ക്ലാസ് ഓഫ് ഡ്രഗ്സ് ആണ് ഇമ്മ്യൂണിറ്റിനെ ലോവർ ചെയ്യണത്. അത് കൊടുക്കേണ്ട പിന്നിൽ അവിടെ ഒരു ലോജിക് ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ഇഫക്ട് കാരണം ഇങ്ങനത്തെ ഫംഗൽ ഇൻഫെക്ഷൻസിന്റെ സാധ്യത കുറച്ച് കൂടും. ഇനിയിപ്പോ നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെ ഇതിന് പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ബ്ലാക്ക് ഫംഗസിനെ തടയാൻ ഇനി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞു, ഇത് കൊറോണയുടെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഇപ്പോ ഇത്ര വൈഡ് സ്പ്രെഡ് ആയിട്ട് വരുന്നത്. അപ്പൊ കൊറോണ തന്നെ പ്രിവെന്റ് ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ മാക്സിമം നോക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പൊ അതിന് നിങ്ങൾക്ക് നമ്മുടെ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോ കാണാൻ പറ്റും. അതിൽ ഞങ്ങൾ ഫുൾ പറയുന്നുണ്ട് എന്തൊക്കെ ഡിഫീറ്റ് ആൻഡ് ഡിസ്ട്രോയ് കൊറോണ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ട നിങ്ങൾക്ക് പലതരം മെഷേഴ്സ് കിട്ടും കൊറോണയെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട്. അതിന്റെ ലിങ്ക് ഞങ്ങൾ ഇതിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും കൂടി. പിന്നെ സെക്കൻഡ്, നമ്മൾ മാക്സിമം ക്ലെൻലിനെസ് മെയിൻറ്റെയിൻ ചെയ്യാം. വീട്ടിലാണെങ്കിലും ഡസ്റ്റ് ഫ്രീ, സോയിൽ ഫ്രീ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. എല്ലാ ഏരിയയും നല്ലപോലെ ക്ലീൻ ആക്കി വെക്കുക. ഇതിനുള്ള ചാൻസ് വളരെ കുറയ്ക്കുക. പിന്നെ ഇതിന്റെ മെയിൻ ഒരു ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇൻഫെക്ഷൻ തടയാനുള്ള മെയിൻ ഗോൾ ഏർലി ഡയഗ്നോസിസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടും ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ കുറെ നമുക്ക് ഡിസ്ട്രക്ഷൻ, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഡിസ്ട്രക്ഷൻ കുറയ്ക്കാൻ പറ്റും. ഏർലി ഡയഗ്നോസിസ് ശരിക്കും നമുക്ക് ആ പേഷ്യന്റിനെ സേവ് ചെയ്യാൻ പറ്റും. ഈ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ ബ്രെയിൻ ഡാമേജ് ചെയ്തിട്ട് മോർട്ടാലിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതുകൊണ്ട് ഏർലി ഡയഗ്നോസിസ് ആണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അപ്പോ ഏർലി ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് ക്ലാസിക് ഒരു സിംറ്റംസ് ഉണ്ട്, ലക്ഷണങ്ങളുണ്ട്. അപ്പൊ അതെന്തെങ്കിലും കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ അഡ്വൈസ് എടുക്കുക.
അപ്പൊ ഇതിന്റെ ഒരു കേസ് എന്താ വെച്ചാൽ ഇതിപ്പോ നമ്മൾ ആലോചിക്കും കൊറോണ വന്നവർക്കാണല്ലോ കോംപ്ലിക്കേഷൻ. അപ്പൊ കൊറോണ ഇല്ലാത്തവർ ഈ ലക്ഷണം കണ്ടാൽ ചിലപ്പോൾ ഇതാന്ന് ആലോചിച്ചു എന്ന് വരില്ല. പക്ഷെ ഇപ്പോഴത്തെ കേസ് എന്താ വെച്ചാൽ എസിംറ്റോമാറ്റിക് കൊറോണ എന്ന് പറയും. അതായത് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെ കൊറോണ വന്നു പോയിട്ടുണ്ടാവും ചിലർക്ക്. അതുകൊണ്ട് കൊറോണ വരാത്തവരും ഈ ലക്ഷണങ്ങൾ കണ്ട ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് അഡ്വൈസ് എടുക്കണം, നല്ലതായിരിക്കും. ഇതല്ലാതെ എന്താണ് ഈ ലക്ഷണങ്ങൾ? അതാണ് നമ്മൾ നോക്കേണ്ടത്. ലക്ഷണങ്ങൾ മെയിൻലി നേരത്തെ പറഞ്ഞ പോലെ മൂക്കും കണ്ണും ബ്രെയിനും ആണ് ഇതിന്റെ മെയിൻ സൈറ്റ്. അപ്പോ നമുക്ക് മൂക്കില് ഈ ബ്ലഡ് ആയിട്ടുള്ള ഡിസ്ചാർജ്, അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള ഡിസ്ചാർജ്, നെയ്സൽ ബ്ലോക്കേജ് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യാം. സ്റ്റഫിനെസ് എന്ന് പറയും. അതൊക്കെ ഉണ്ടാവും മൂക്കിന്റെ റിലേറ്റഡ് ആയിട്ട്. കണ്ണില് റെഡ്നെസ് ഉണ്ടാവും, കണ്ണിന് റെഡ്നെസ് ഉണ്ടാവാം, അല്ലെങ്കിൽ അവിടെ സ്വെല്ലിങ് ഉണ്ടാവാം, കണ്ണിന് ചുറ്റും സ്വെല്ലിങ്, കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവാം. പിന്നെ ബ്ലേഡ് വിഷന് കാണുന്നതിൽ കുറച്ച് ബ്ലേഡ് ആയിട്ട് വരിക, അല്ലെങ്കിൽ ഡബിൾ വിഷൻ, 1-2 കാണുക. ഇതൊക്കെയാണ് കണ്ണില് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഒരു സൈഡില് ഫേസിന് പെയിൻ ഉണ്ടാവാം, അതേപോലെ ഫേസ് ഒരു സൈഡില് നീരുണ്ടാവും. പിന്നെ പല്ലുകൾ പെട്ടെന്ന് ലൂസൻഡ് ആവും, ആ ഏരിയയിൽ താടിക്ക് വേദന ഉണ്ടാവാം. പിന്നെ വായിലൊക്കെ കറുത്ത കളറിൽ വരിക, അല്ലെങ്കിൽ അവിടെ വായുടെ അകത്ത് മുഴകൾ പോലെ അവിടെയൊക്കെ ഉണ്ടാവാം, ബ്ലാക്ക് കളറിലെ മുഴകൾ പോലെ. പിന്നെ ഹെഡേക്ക് ഉണ്ടാവാം. ഹെഡേക്ക് അപ്പോ സാധാരണ ഹെഡേക്കും ആവാം, ഇതും ആവാം. അപ്പൊ നമ്മൾ എപ്പോഴും റൂൾ ഔട്ട് ചെയ്യണം, നല്ലതാണ് ഇതല്ല എന്നുള്ളത് കണ്ടീഷനില്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ഇതിന് കാണുന്ന സിംറ്റംസ്. വേറെ പറയാനാണെങ്കിൽ നമ്മള് സ്ഥിരമായിട്ട് കണ്ണും മൂക്കും വായും സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് ടോർച്ച് ലൈറ്റ് വെച്ചിട്ട് വായിൽ അണ്ണാക്ക് വരെ നോക്കുക, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ, ഐസ് നോക്കുക. അത് സെൽഫ് എക്സാമിനേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ്. എസ്പെഷ്യലി ഈ ഞങ്ങൾ പറഞ്ഞ റിസ്ക് ഗ്രൂപ്പിലുള്ളവര് സ്ഥിരമായി അത് ചെയ്യണം. പിന്നെ ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഡയബറ്റീസ് ലെവൽ മാക്സിമം കൺട്രോളിൽ സ്ട്രിക്റ്റ് ആയിട്ട് അതിനുള്ള മെഡിസിൻ സ്ട്രിക്റ്റ് ആയിട്ട് മെഡിസിൻ കഴിച്ച് സ്ട്രിക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ ഷുഗർ മാത്രമല്ല, എന്തെങ്കിലും കോമോർബിഡിറ്റീസ് എന്ന് പറയും, എന്തെങ്കിലും റിലേറ്റഡ് അസുഖങ്ങളുള്ളവരെല്ലാം അത് കൃത്യമായിട്ട് റെഗുലർ ഫോളോ അപ്പ് ചെയ്ത് അതിന്റെ മെഡിസിൻ കഴിച്ച് അത് കൺട്രോളിലാക്കി വെക്കണം. കോവിഡ് പേഷ്യൻസ് ഇപ്പോ വലിയ സീരിയസ് കണ്ടീഷൻ അല്ലെങ്കിൽ അവർ വീട്ടിൽ റെസ്റ്റ് ചെയ്യായിരിക്കും. അപ്പോ ആ കേസില് റൂമിന്റെ അകത്ത് കൂളറുകൾ ഉപയോഗിക്കാതിരിക്കുക മാക്സിമം. കൂളർ എന്ന് വെച്ചാൽ എപ്പോഴും റൂമിന്റെ അകത്തൊരു മോയ്സ്ചർ ഉണ്ടാക്കും. കൂളറിൽ നിന്നുള്ള ഒരു ഹ്യൂമിഡിറ്റി എന്ന് പറയും, അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പൊ കൂളേഴ്സ് അവോയ്ഡ് ചെയ്യുക. AC ഉപയോഗിക്കുകയാണെങ്കിൽ ACയിലെ ഫിൽറ്റേഴ്സ് എപ്പോഴും ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് ഇതുവഴി പൊടികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫിൽറ്റേഴ്സ് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുക. അവോയ്ഡ് ചെയ്യുക. അതേപോലെ ഓക്സിജൻ, ചിലപ്പോൾ കോൺസെൻട്രേറ്റേഴ്സ് ഓക്സിജൻ യൂസ് ചെയ്യേണ്ടി വരും ചില കോവിഡ് പേഷ്യൻസിൽ വീട്ടിൽ തന്നെ. അപ്പൊ അതിൽ ഹ്യൂമിഡിഫയേഴ്സ് എന്ന് പറയും, ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന അഡീഷണൽ ഒരു ഇതാണ്. ഹ്യൂമിഡിഫയേഴ്സിൽ ഒഴിക്കുന്ന വെള്ളം എപ്പോഴും സ്റ്റെറൈൽ ആയിട്ടുള്ള ക്ലീൻ വെള്ളമായിരിക്കണം, അല്ലെങ്കിൽ അതുവഴിയും ഫംഗസ് വരാം. പിന്നെ നെയ്സൽ പോങ്സ് അല്ലെങ്കിൽ അങ്ങനെ ഓക്സിജൻ മാസ്ക് ഒക്കെ എപ്പോഴും ക്ലീൻ ചെയ്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം, ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെഷേഴ്സ്. പിന്നെ നമ്മള് ആയിട്ട് സെൽഫ് മെഡിക്കേഷൻ, ഈ കോവിഡ് ഒക്കെ ഉണ്ടാവുമ്പോ നമ്മളിപ്പോ കേൾക്കും ഹോസ്പിറ്റൽസില് ഡോക്ടേഴ്സ് എന്തെങ്കിലും പർട്ടിക്കുലർ കേസ് സ്റ്റിറോയിഡ്, അപ്പൊ നമ്മളിത് കേട്ടിട്ട് നമ്മൾ കുറച്ച് സ്റ്റിറോയിഡ്സ് ഒക്കെ മേടിച്ച് കഴിക്കുക. ഇതൊന്നും ഒരിക്കലും ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് അല്ലാതെ ഒരിക്കലും നമ്മുടെ സെൽഫ് മെഡിക്കേഷൻ ചെയ്യാൻ പാടില്ല. പിന്നെ ഈവൻ ഹോസ്പിറ്റൽസില് ഈ സ്റ്റിറോയിഡ്സ് ഒരു പർട്ടിക്കുലർ കൊറോണയുടെ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയും, സൈറ്റോകൈൻ സ്റ്റോം എന്നുള്ള സ്റ്റേജിലാണ് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ തന്നെ ലങ്സിനൊക്കെ അറ്റാക്ക് ചെയ്യും. അത് കുറയ്ക്കാനാണ് ഇവര് ഡോക്ടേഴ്സ് സ്റ്റിറോയിഡ്സ് കൊടുക്കുന്നത്. അപ്പൊ അത് പർട്ടിക്കുലർ സ്റ്റേജിൽ കൊടുക്കേണ്ട സാധനമാണ്. ബട്ട് ഈവൻ ഇപ്പോ പല പ്രോമിനന്റ് ഡോക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഇങ്ങനത്തെ കോവിഡ് കേസസിൽ നമ്മൾ സ്റ്റിറോയിഡ് ഭയങ്കര ജുഡീഷ്യസ്ലി ആലോചിച്ചിട്ടാണ് നമ്മള് ഇങ്ങനത്തെ സ്റ്റിറോയിഡ്സ് ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ, അതിന്റെ ഡോസേജ് ഒക്കെ നോക്കിയിട്ട്. കാരണം സ്റ്റിറോയിഡ് ഇൻ ഇറ്റ്സെൽഫ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡൗൺ ആക്കും, കൊറോണ അല്ലാതെ തന്നെ ഡൗൺ ആക്കും, കൂടെ ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആക്കും. ഇനി ഷുഗർ ഉണ്ടെങ്കിൽ ഫ്യൂവൽ ടു ഫയർ പോലെ ആവും, ഒന്നും കൂടി അത് ആ കണ്ടീഷൻ, നമ്മുടെ ബോഡിയുടെ കണ്ടീഷൻ ഒന്നും കൂടി ഇമ്മ്യൂൺ സിസ്റ്റം ഡൗൺ ആക്കുന്ന ലെവലിലേക്ക് എത്തും. അതെ, അപ്പൊ ആ പർട്ടിക്കുലർ കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആവണം.
പിന്നെ ഇപ്പോ ഇതാണ് നമ്മുടെ മെയിൻ പ്രിവെന്റീവ് സ്ട്രാറ്റജീസ്. അപ്പൊ പ്രിവെൻഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ഇപ്പൊ ഇത് ഒരു വർഷം നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഇതിലൊരു ചെറിയ റിസ്ക് ഉണ്ട്. എന്നാലും നമ്മൾ അത് ഏർലി ആയിട്ട് ഡയഗ്നോസ് ചെയ്യാൻ നോക്കുക. പക്ഷെ നമ്മൾ അങ്ങനെ ഫുൾ ആയിട്ട് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒരു ഡ്രഗ് ഉണ്ട്, ആംഫോടെറിസിൻ ബി എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഹോസ്പിറ്റൽസിൽ അവർ IV ആയിട്ടും കൊടുക്കും. ദാറ്റ് ഇസ് എ വെരി പവർഫുൾ ആന്റിഫംഗൽ ഏജന്റ് ആണ്. അപ്പൊ ഏർലി ഡയഗ്നോസിസ് ആണെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം പറയണം. പിന്നെ കുറച്ച് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ചില കേസസിൽ അത് സർജറി വേണ്ടി വരാറുണ്ട്. കാരണം ഈ ഫംഗസ് ഇങ്ങനെ ഐസും ഇതിലേക്കൊക്കെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ അപ്പൊ ചില കേസിൽ IN ആയിട്ട് എടുക്കേണ്ട ചില സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യണം നമ്മൾ ഈ പ്രിവെൻഷനും ഏർലി ഡയഗ്നോസിസിന്റെ മുകളിൽ നമ്മൾ സ്ട്രെസ് ചെയ്യണത്. ഓക്കെ, ഇനി നമ്മള് ഈ എപ്പിസോഡിന്റെ X ഫാക്ടർ ഇൻഫോയിലേക്കാണ് വരുന്നത്. ഒരു എക്സ്ട്രാ ഇൻഫോർമേഷൻ ഫോർ യു, നിങ്ങൾക്ക് തിങ്ക് ചെയ്യാനുള്ള ഒരു കാര്യവും കൂടിയാണ് ഇതില്. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു X ഫാക്ടർ ഇൻഫോ വെച്ചാൽ ജാനുവരി 2020 3 റിസർച്ചേഴ്സ് 3 or 4 റിസർച്ചേഴ്സ്, അതിൽ 2 റിസർച്ചേഴ്സ് IIT റിസർച്ചേഴ്സ് ആയിരുന്നു, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. പിന്നെ ഒരു ആള് സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ചറാണ്. അപ്പോൾ ഇവര് എന്താ റിസർച്ച് ചെയ്തിട്ട് ഇവരൊരു പേപ്പർ ഇറക്കി. ഈ പേപ്പർ പിന്നെ researchgate.net എന്നുള്ളൊരു വെബ്സൈറ്റിൽ ഈ പേപ്പർ പബ്ലിഷ് ആയിട്ടുണ്ട് ജാനുവരി 2020. അപ്പൊ എന്താണ് ഈ പേപ്പർ പറയണ വെച്ചാൽ നമ്മുടെ ഈ COVID-19 വൈറസിന്റെ സ്പൈക്സ് എന്ന് പറയും. ഈ വൈറസിന് 4 പുറത്ത് കൂടെയും സ്പൈക്സ് വെച്ചിട്ടാണ് നമ്മുടെ ഹ്യൂമൻ സെൽസിൽ ഇത് അറ്റാച്ച് ചെയ്യണത്. നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മുള്ളു പോലെ നമ്മളെ ചിത്രത്തിൽ മുള്ളു പോലത്തെ സാധനങ്ങൾ കാണാം, അതാണ് സ്പൈക്സ്. അപ്പൊ ഈ സ്പൈക്സിന്റെ ഒരു പ്രോട്ടീൻ ഉണ്ട് ഈ വൈറസിൽ, അതിന് സ്പൈക്ക് അല്ലെങ്കിൽ S പ്രോട്ടീൻ എന്ന് പറയും അതിന്. അപ്പൊ അവര് എന്താ കണ്ടുപിടിച്ച വെച്ചാൽ ഈ S പ്രോട്ടീനില് HIV എന്നുള്ളൊരു വേറൊരു വൈറസ് ഉണ്ട്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇതാണ് എയ്ഡ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് എൻറ്റയർലി സെപ്പറേറ്റ് വൈറസ് ആണ്. അത് ഈ കൊറോണ വൈറസസ് ആയിട്ട് ഒരു ലിങ്കും ഇല്ലാത്തൊരു വൈറസ് ആണ് HIV വൈറസ്. പക്ഷെ അത് എയ്ഡ്സ് ഉണ്ടാക്കും. അപ്പൊ ഈ HIV വൈറസിന്റെ 2 പ്രോട്ടീൻസ് ഈ S പ്രോട്ടീനിൽ അവര് കണ്ടു. S പ്രോട്ടീന്റെ 4 പർട്ടിക്കുലർ സൈറ്റ്സില് ഈ പ്രോട്ടീൻസ് ആയിട്ട് ഭയങ്കര സിമിലർ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ടാകും. അപ്പൊ ഈ COVID-19 വൈറസിൽ HIV-യുടെ ആയിട്ട് സിമിലർ ആയിട്ടുള്ള പ്രോട്ടീൻസ് 4 സൈറ്റ്സിൽ അവർ കണ്ടുപിടിച്ചു. അത് 2 പ്രോട്ടീൻസ് ആണ്, ഗ്ലൈക്കോപ്രോട്ടീൻ 120 ആൻഡ് ഗാക് പ്രോട്ടീൻ പറയും. ഇത് രണ്ടും HIV-യുടെ 2 പ്രോട്ടീൻസ് ആണ്. നമ്മൾ ഓൾറെഡി നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ആർട്ടിഫിഷ്യൽ വൈറസ് ആണോ മാൻമെയ്ഡ് ആണോ എന്നുള്ളൊരു സംശയത്തിന്റെ അതിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിന്റെ ഡിസ്ക്രിപ്ഷനും ഇതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതും ആഡ് ചെയ്യും. ഈ പർട്ടിക്കുലർ ഈ റിസർച്ചിന്റെ ലിങ്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ പർട്ടിക്കുലർ ഫൈൻഡിങ് ആ ലാബ് ഒറിജിനെയാണ് ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഈ റിസർച്ചേഴ്സ് ഈ പേപ്പറിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഈവൻ ദേ ആർ സോ സർപ്രൈസ്ഡ് HIV എന്ന പോലെ ടോട്ടലി ഒരു അൺറിലേറ്റഡ് വൈറസിന്റെ പ്രോട്ടീൻസ് എങ്ങനെയാണ് ഈ COVID-19 കണ്ടു, എങ്ങനെയാണ് ഇത് കാണുന്നത്. ഞാൻ വിചാരിച്ചു ഈ കൊറോണ ഇൻഫെക്ഷനിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്ക് ഇമ്മ്യൂണോ സപ്രഷൻ ഉണ്ടാവുന്നതെന്ന്. സാധാരണ കുറെ വൈറസുകൾ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതില് അവരെന്താ പറയണ വെച്ചാ ഇങ്ങനത്തെ ഈ പ്രോട്ടീൻസ് കാരണം എന്തൊക്കെ ഉണ്ടാവാന്ന് അവര് നോക്കുമ്പോ ഒന്ന് എന്തുണ്ടാവുക വെച്ചാൽ സാധാരണ ഹ്യൂമൻ സെൽസിനെ എഫക്ട് ചെയ്യാത്ത വൈറസസ്, കാരണം HIV ഒരു ഹ്യൂമൻ സെൽസിനെ എഫക്ട് ചെയ്യുന്ന വൈറസ് ആണ്. അപ്പൊ ഈ പ്രോട്ടീൻസ് ഉണ്ടാവുകൊണ്ട് ഈ വൈറസസും ഹ്യൂമൻ സെൽസിനെ കുറച്ചുകൂടി നാച്ചുറൽ ആയിട്ട് അട്രാക്ട് ചെയ്യും, എഫക്ട് ചെയ്യും. അതൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം നമ്മളിപ്പോ ശ്രീജ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ HIV എന്ന് പറഞ്ഞ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന വൈറസ് ആണ്. നമ്മുടെ പ്രതിരോധ ശക്തി നല്ലപോലെ കുറയും. അപ്പൊ അത് കൊറോണയിലും കാണുന്നുണ്ട്. കാരണം കൊറോണയില് T സെൽസ് എന്ന് പറയും, ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സോൾജേഴ്സ് ആണ് ഈ T സെൽസ്. അത് ഈ വൈറസസും ഫഞ്ചൈന്റെ ഒക്കെ അഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്ന സെൽസ് ആണ്. ഈ T സെൽസ് ലിംഫോസൈറ്റ്സ് ഇതിൽ കുറവായിട്ട് കാണുന്നുണ്ട്. CD4 ആൻഡ് CD8 T സെൽസ് കുറയുന്നുണ്ട് COVID-19. HIV-യിലും അതുപോലെ തന്നെയാണ്, 200-നും താഴെ വരും. HIV-യിലും അതുപോലെയാണ്. അപ്പോ ഈ പർട്ടിക്കുലർ ഇത് HIV ആയിട്ടുള്ള ലിങ്കും whether COVID-19 is creating such a profound immunosuppression, കുറെ ഡീപ്പായിട്ട് നമ്മുടെ ബോർഡർ ഉള്ളിൽ പോയിട്ട് ഇമ്മ്യൂണോ സപ്രഷൻ ചെയ്തിട്ട് അതുകൊണ്ടാണോ ഇങ്ങനത്തെ ന്യൂമോണിയാസ് ഇതിന് ഉണ്ടാക്കാൻ പറ്റുന്നത്? സാധാരണ കൊറോണ വൈറസിന് ഉണ്ടാക്കാൻ പറ്റാത്ത ന്യൂമോണിയാസ്. സാർസിന്റെ ഒരു കോറുണ്ട്, എന്നാലും ഇതിപ്പോ കുറെ ആൾക്കാരെ അങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ HIV-യിലും ഫംഗൽ ഇൻഫെക്ഷൻ ഭയങ്കര കോമൺ ആണ്.
HIV-ലും ഈ ഫംഗൽ ഭയങ്കര ഇൻഫെക്ഷൻസ് similarity. കാണും. അപ്പോൾ ഇത് ശരിക്ക് റിസർച്ചേഴ്സ് കൂടുതൽ തിങ്ക് ചെയ്ത് വളരെ റിസർച്ച് ചെയ്ത് നമ്മൾ ഇത് കുറച്ച് ഡീപ്പിലേക്ക് നമ്മൾ പോകേണ്ട ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇതിൻ്റെ ലിങ്ക് ആയി, യു ക്യാൻ സ്റ്റഡി ഇറ്റ് യുവർ സെൽഫ്. We'll meet you again with an interesting topic. with an interesting new topic. You can send us your comments on that. നമ്മുടെ ഒരു മെയിൽ ഉണ്ട് MS ഷോന്റെ, അതിലേക്ക് നിങ്ങളുടെ കമന്റ്സ് കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് മെയിലും അയക്കാം. Your feedback and So please subscribe our show because we'll be bringing such interesting topics for you even in the future. Okay. Bye bye.